ദാ ഇത് രണ്ടാളും വാങ്ങിച്ചോളൂ. നിക്ക് നിക്ക്, അതിനു മുമ്പ് ആരതി ഒഴിയണം. ഞാൻ പോയി ആരതി എടുത്തോണ്ട് വരാം. ഈ മുത്തശ്ശി എത്ര നേരായി പോയിട്ട്. മലകെ നമുക്ക് കേറാം, വാ. സിദ്ധു നിക്ക്, മുത്തശ്ശി വരട്ടെ. ഇവിടെ നിക്ക് മുത്തശ്ശി, വേം വാ. എന്താണ് നിനക്ക് ഇത്ര ധൃതി? മായേ, ഇനി ഓരോരുത്തർക്കായി വിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് കയറ്റിക്കോളൂ. ആദ്യം ദേവികയ്ക്ക്. ഇല്ല വേണ്ട, ഈ വിളക്ക് മാലാക്കി കൊടുക്കണ്ട. ഈ വിളക്ക് മാലാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ ഈ വിളക്ക് കൊടുത്ത? ഇത് വേണ്ട, ഈ വിളക്കിന്റെ ഒരു ഭംഗിയില്ല. ഇത് ശരിക്കും കത്തുന്നില്ലല്ലോ. എന്റെ മാലയ്ക്ക് നല്ലോണം കത്തണ വിളക്ക് വേണം കൊടുക്കാൻ. ആ വിളക്ക് കൊടുത്തേ. ഈ വിളക്കിന് എന്താ സിദ്ധു കുഴപ്പം? ഇത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? സിദ്ധു വേണ്ടടാ. മായേ, വെറുതെ അവനെ വിഷമിപ്പിക്കണ്ട. അവൻ പറഞ്ഞ വിളക്ക് തന്നെ ദേവിക്ക് കൊടുത്താ മതി. നീ ആ വിളക്ക് ദേവിക്ക് കൊടുത്തേക്ക്. അല്ല, അത് ഒന്നും പറയാൻ നിൽക്കണ്ട. ആ വിളക്ക് ദേവിക്ക് കൊടുത്തേക്ക്. താത്താ, ഇനി അഞ്ജലിക്ക് കൊടുക്ക. സിദ്ധു അങ്ങോട്ട് കൊടുക്ക്. ഞാൻ മാലാകെ. ഇനി രണ്ടുപേരും വലതുകാൽ വെച്ച് കയറിക്കോളൂ. മോളെ, ഇതിന്ന് കത്തിക്കാം. രണ്ടുപേരും വലതുകാല് വെച്ച് കയറിക്കോളൂ. വാ.
മോളെ, എന്റെ ഭർത്താവിനെ, എന്റെ മകളുടെ അച്ഛനെ കൊന്നവനെ എന്നെങ്കിലും ഒരു ദിവസം കൊല്ലണമെന്ന് കരുതിയ ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. ഇനി എനിക്കതിന് സാധിക്കില്ലല്ലോ. അവൻ എന്റെ ഭർത്താവിന്റെ ജീവൻ എടുത്തവൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയില്ലേ? മോളെ, ഇത് വിധിയാണ്, ഈ ഈശ്വര നിശ്ചയമാണ്. ഇതിനെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കില്ല. അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക തന്നെ വേണം. നീ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കണം. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എല്ലാവരും കൂടെ എന്റെ മോളുടെ ജീവിതം തകർത്തല്ലോ. സമാധാനമായല്ലോ എല്ലാവർക്കും. വേണ്ട, ഇനി എനിക്കാരെയും കാണണ്ട. പറഞ്ഞത് കേട്ടില്ലേ? എനിക്കാരെയും കാണണ്ടാന്ന്. ഒന്ന് പോയി തരുവോ? മോളെ, പോ. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ പരമ്പരാഗതമായി കൈമാറി വരുന്ന ആഭരണങ്ങളാ. ഇനി ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കോ? ദാ, ദാ മോളെ. മുത്തശ്ശി, ഇത് മുത്തശ്ശി സൂക്ഷിച്ച പോരെ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഇത് നിങ്ങൾക്കുള്ളതാ, നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. ദേവികയ്ക്ക് ആഭരണപ്പെട്ട് മുഴുവൻ കൊടുത്തിട്ട് എനിക്കൊരു ചെറിയ മാലയോ? മോളെ അഞ്ജിതേ, മോക്കിത് ഇഷ്ടമായില്ലേ? ആ, ഇഷ്ടായി. ഒരു ചെറിയ മാല എന്റെ മോക്ക് കൊടുത്തിട്ട് കൊള്ളാമോന്ന് ചോദിക്കുന്നു. ആഭരണപ്പെട്ടി മുഴുവനും ദേവികയ്ക്ക്. ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുറിയിലേക്ക് പൊയ്ക്കോ. മോളെ കൊണ്ടാക്ക.
ചെല്ല്. എന്നാ പിന്നെ അമ്മ ഇറങ്ങട്ടെ മോളെ. അമ്മ പോവാണോ? പോകാതെ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് സങ്കടാവുന്നമ്മേ. അതെല്ലാം മാറിക്കോളും. നീ ഇപ്പൊ ഇവിടെ വന്ന് കേറിയല്ലേ ഉള്ളൂ. പൊരുത്തപ്പെടാൻ ഇത്തിരി സമയം എടുക്കും. അത് കഴിയുമ്പോ നിനക്ക് പിന്നെ ഈ വീടും വീട്ടുകാരും മതിയെന്ന് തോന്നും. എന്നെയും നമ്മുടെ വീട്ടുകാരെയും നീ അങ്ങ് മറന്നു പോവും. ഒന്ന് പോയേ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ അമ്മയെ മറക്കാനോ? അമ്മ എന്ത് വർത്താനീ പറയുന്നേ? എനിക്ക് എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ആഹാ, അപ്പൊ അഭിഷേകം? ആരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വലുതെന്റെ അമ്മ തന്നെയാ. അല്ലെങ്കിലും അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്കും നീ തന്നെയാ പ്രധാനം. അതുകൊണ്ടാ നാട്ടുനടപ്പല്ലെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞ് ഞാനും നിന്റെ ഒപ്പം ഇങ്ങോട്ട് പോകുന്നത്. വന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് നാളെ പോയാ പോരെ? അതൊരു മര്യാദയല്ല. ഇന്ന് ഞാനിവിടെ നിന്നാ അത് നാണക്കേടാ. ദേ, നീ വിഷമിക്കണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോളാം. ഇപ്പൊ ഞാനിവിടെ വന്നതേ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനാ. ഈ വീട്ടിൽ നിനക്ക് എത്രമാത്രം പ്രാധാന്യം ഈ വീട്ടുകാര് തരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. എന്നിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നി? എനിക്ക് തോന്നിയത് അവിടെ നിൽക്കട്ടെ. നിനക്കെന്ത് തോന്നി? ആഭരണങ്ങൾ പങ്കുവച്ചപ്പോ എനിക്ക് കിട്ടിയതിലെല്ലാം ഇത്തിരി പകിട്ട് കുറഞ്ഞിട്ടുണ്ടോന്ന് തോന്നി. അതിന് പകിട്ട് കുറവുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോ എല്ലാവരും തലയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ദേവികയാ. അത്രയ്ക്ക് സ്ഥാനം ഈ വീട്ടുകാരെ അവർക്ക് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെതായ അധികാരം അവർക്ക് കിട്ടുകയും ചെയ്യും. അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. അവളെ ഈ വീട്ടിൽ വളരാൻ അനുവദിക്കരുത്. അവക്ക് കിട്ടേണ്ട എല്ലാ അധികാരങ്ങളും സ്ഥാനവും നിനക്ക് കിട്ടണം. അത് നീ നേടിയെടുക്കണം. അമ്മ, ഞാൻ വിചാരിച്ച സാധിക്കണം. ദേവികയ്ക്കിട്ട് കുത്തുകൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും നീ പാഴാക്കരുത്. ദേവികയെ മാത്രമല്ല, ഗോപികയും വെറുതെ വിടരുത്. രണ്ടിനെ ഇവിടുന്ന് ഈ വീട്ടിലുള്ളവരെ അടിച്ചു പുറത്താക്കണം. അതിനു വേണ്ട ബുദ്ധിയും കൗശലവും ഒക്കെ നീ ഇവിടെ പ്രയോഗിക്കണം. അതാ നിന്റെ കഴിവ്. എന്താവശ്യമുണ്ടെങ്കിലും അമ്മയെ വിളിച്ചാ മതി. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എന്റെ മോളിവിടെ ഒരു രാജകുമാരിയെ പോലെ വാഴണം. അതാ അമ്മയുടെ ആഗ്രഹം. ഞാൻ നോക്കിക്കോളാം അമ്മ. അമ്മ പറഞ്ഞതുപോലെ തന്നെ രണ്ടിനെ ഇവിടുന്ന് പുറത്താക്കണം. അതിനുള്ള വഴികൾ ഞാൻ കണ്ടെത്തിക്കോളാം. മിടുക്കി. എന്നാ അമ്മ പോയിട്ട് വരട്ടെ. സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. വീട്ടിലെത്തിയിട്ട് വിളിക്കാം.
ഗീതേച്ചി, എങ്ങനെയുണ്ട്? മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണോ? ഡ്രസ് എല്ലാം ഒതുക്കി വെക്കണ്ടേ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ സ്മൃതി. സ്മൃതിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റോ? അതാണോ കാര്യം? ഞാൻ റെഡി. ബാ, നമുക്കിതൊക്കെ അടുക്കി വെക്കാം. ആ, ചേച്ചി, ഞാനിപ്പോ വരാവേ. അഭയേട്ടനായിരുന്നോ? ഞാൻ പേടിച്ചുപോയി. ചേച്ചി, എങ്ങോട്ടെങ്കിലും പോ. എന്താ ചേച്ചി? എന്താ പറ്റിയത്? എന്ത്? എന്തിനാ ചേച്ചി നിലവിളിച്ചേ? നിലവിളിക്കയോ? ആ, ചേച്ചി നിലവിളിച്ചത് ഞാൻ കേട്ടാണല്ലോ. നിലവിളിച്ചത് അത് ഞാൻ വെറുതെ വിളിച്ചതാ. വെറുതെയോ? അത് തമാശക്ക്. തമാശക്കോ? അതെ, തമാശക്ക് വേണ്ടി ഞാൻ വെറുതെ നിലവിളിച്ചു. വീട്ടിൽ ഞാൻ ഇങ്ങനെയാ, ഇടയ്ക്കൊക്കെ ചുമ്മാ വെറുതെ നിലവിളിക്കും. ജസ്റ്റ് ലൈക്ക് എ ഹോബി. നല്ല ഹോബി. ഒന്നുകൂടെ നിലവിളിക്കണോ? വേണേ നിലവിളിക്കാം. അയ്യോ വേണ്ടേ, വെറുതെ നിന്ന് നിലവിളി കേൾക്കാനുള്ള ഓളമൊന്നും എനിക്കില്ലേ. അല്ല, വേറെന്തെങ്കിലും വിചിത്രമായ ഹോബീസ് ചേച്ചിക്കുണ്ടോ? എനിക്കത് മാത്രമേ ഉള്ളൂ. അത് ശരി, ഇപ്പോഴല്ലേ നിലവിളിയുടെ കാര്യം എനിക്ക് മനസ്സിലായത്. ഒളിക്കണ്ട, ഞാൻ കണ്ടു. വാ വാ വാ, മക്കളിങ് വാ, ഇങ്ങ ഇറങ്ങി വാ. ഇവിടെ നിക്ക്. അതെ, ഇനി കള്ളം പറയാനും ചമ്മാനും ഒന്നും നിക്കണ്ട.
നിലവിളിക്കോ പൊട്ടിച്ചിരിക്കോ എന്തു വേണമെങ്കിലും ആയിക്കോ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും നിങ്ങളെ ശല്യപ്പെടുത്താൻ ഇവിടെ ആരും വരില്ല. എന്തായാലും ഞാനിനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഞാനങ്ങ് പൊക്കോളാം. നാണക്കേടായി.